പണ്ട് പണ്ട് മുത്തുനബിക്കും ഈസാ നബിക്കും മൂസാ നബിക്കുമൊക്കെ വർഷങ്ങൾ മുമ്പ് ഫലസ്തീനിന്റെ പുണ്യഭൂമിയിൽ ഒരു കുഞ്ഞു പിറന്നു, യൂസുഫ്. ഭൂമിയിലെ ഏറ്റവും ഭംഗിയുള്ള ബാലൻ. പക്ഷേ അവന്റെ സൗന്ദര്യം മുഖത്തും ശരീരത്തിലും മാത്രമല്ലായിരുന്നു. സ്വഭാവത്തിലും വാക്കുകളിലും എപ്പോഴും അവനോടൊപ്പം ഉണ്ടായിരുന്ന നന്മയിലുമാണ് ആ സൗന്ദര്യം കുടികൊണ്ടിരുന്നത്. അസാധാരണനായ ഈ കുഞ്ഞിന്റെ പിതാവാരായിരുന്നുവെന്നറിയാമോ? ശ്രേഷ്ഠനായ യാക്കൂബ് നബി അലിഹിസ്സലാം. ഇബ്രാഹിം നബി അലിഹിസ്സലാമയുടെ പുത്രനായ ഇസ്ഹാഖ് നബി അലിഹിസ്സലാമയുടെ മകനായിരുന്നു യാക്കൂബ് നബി. അദ്ദേഹം തന്റെ മകന് യൂസുഫ് എന്ന് പേരിട്ടു. അന്നു മുതൽ യൂസുഫ് എന്ന പേര് സൗന്ദര്യത്തിന്റെ പര്യായമായി മാറി. യാക്കൂബ് നബിക്ക് 12 മക്കളുണ്ടായിരുന്നെങ്കിലും ഏറ്റവും ഇളയവരായ യൂസുഫിനെയും അനിയൻ ബിന്യാമീനെയും അദ്ദേഹം കൂടുതൽ ലാളിച്ചു. യാക്കൂബ് നബിക്ക് 4 ഭാര്യമാരാണ് ഉണ്ടായിരുന്നത്. യൂസുഫും ബിന്യാമീനും ഒരേ മാതാവിന്റെ മക്കളാണ്. റാഹേൽ എന്നായിരുന്നു അവരുടെ ഉമ്മയുടെ പേര്. ബിന്യാമീനെ പ്രസവിച്ച ഉടനെ അവർ മരണമടഞ്ഞു. യാക്കൂബ് നബി എല്ലാ മക്കളെയും സ്നേഹിച്ചിരുന്നപ്പോഴും യൂസുഫിന് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടാകാതിരിക്കും? യൂസുഫിന്റെ മുഖം പൂർണ്ണ ചന്ദ്രനെ പോലെ തിളങ്ങിയിരുന്നു. സംസാരം തേൻ പോലെ മധുരമായിരുന്നു. അവന്റെ സാമീപ്യം ആരുടെയും മനസ്സിൽ കുളിർമയും ശാന്തതയും നൽകി. പ്രായം കൊണ്ട് അവനോട് ഏറ്റവും അടുത്ത സഹോദരൻ ബിന്യാമീനായിരുന്നു. ശാന്തനും ദയാലുവുമായ ബിന്യാമീനെയും യാക്കൂബ് നബി അലിഹിസ്സലാം ഏറെ സ്നേഹിച്ചു. കൂട്ടുകാരൊന്ന് ചിന്തിച്ചു നോക്കൂ, സ്നേഹം തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുക? മൂത്ത 10 സഹോദരന്മാരും ബഹളക്കാരായിരുന്നു. അവർ പലപ്പോഴും വഴക്കിടുകയും പിതാവിനെ അനുസരിക്കാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. യൂസുഫും ബിന്യാമീനും എപ്പോഴും പിതാവിന്റെ അരികിലിരുന്ന് കാര്യങ്ങൾ കേട്ട് പഠിച്ചു. അവർ കൂടെയുള്ളത് യാക്കൂബ് നബി ഒരുപാട് ഇഷ്ടപ്പെട്ടു. അദ്ദേഹം യൂസുഫിന് കഥകൾ പറഞ്ഞു കൊടുത്തു, ഉപദേശങ്ങൾ നൽകി, സ്നേഹത്തോടെ ചേർത്തു പിടിച്ചു. എന്നാൽ യൂസുഫിന്റെ ജ്യേഷ്ഠന്മാർ ഇതെല്ലാം നോക്കി നിന്നു. അവരുടെ ഹൃദയത്തിൽ ഇരുൾ പടർന്നു. അവർ പരസ്പരം മന്ത്രിച്ചു, നമ്മുടെ ഉപ്പ യൂസുഫിനെയും ബിന്യാമീനെയും നമ്മളെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നു. ഒരാൾ പറഞ്ഞു. ഉടനെ മറ്റൊരാൾ പറഞ്ഞു, ബിന്യാമിന്റെ കാര്യം വിട്, യൂസുഫിനാണ് എല്ലാ പരിഗണനയും ലഭിക്കുന്നത്. അപ്പോൾ അടുത്തയാൾ പറഞ്ഞു, അവൻ ഉപ്പയുടെ അരികിൽ ഇരിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യുന്നില്ല, എന്നിട്ടും ഉപ്പ അവനെ ഇങ്ങനെ കൊഞ്ചിക്കുന്നു. വേറൊരാൾ ചോദിച്ചു, ഇത് നീതിയാണോ? നമ്മൾ അദ്ദേഹത്തിന് ആരുമല്ലേ? ഉടനെ മറ്റൊരു സഹോദരന്റെ ഉപദേശം വന്നു, ഈ അനീതി തുടരാൻ അനുവദിക്കരുത്, ഇതിനൊരു വഴി കണ്ടെത്തണം. അങ്ങനെ അവരുടെ ഇടയിൽ സ്വന്തം സഹോദരനുമേൽ അസൂയ വളർന്നു. ആദ്യം നിശബ്ദമായി, പിന്നെ പകയുടെ വളം ചേർന്ന് ഒരു കാട്ടുതീ പോലെ അത് ആളിപ്പടർന്നു. അങ്ങനെ ഇരിക്കെ ഒരു രാത്രിയിൽ യൂസുഫ് ഉറക്കത്തിൽ അസാധാരണമായൊരു സ്വപ്നം കണ്ടു. 11 നക്ഷത്രങ്ങളും അതിനൊപ്പം സൂര്യനും ചന്ദ്രനും തനിക്ക് മുന്നിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു. അമ്പരന്നു പോയ യൂസുഫ് ഞെട്ടിയുണർന്നു. അത്ഭുതത്തോടെ അവൻ പിതാവിന്റെ അടുത്തെത്തി കാര്യങ്ങളെല്ലാം പറഞ്ഞു. യാക്കൂബ് നബി എല്ലാം ശ്രദ്ധിച്ചു കേട്ടു. എന്നിട്ട് മകനെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, എന്റെ പ്രിയ മകനെ, മഹത്തായ ഒരു സ്വപ്നമാണ് നീ കണ്ടത്. നിന്റെ ശോഭനമായ ഭാവിയിലേക്കാണത് വിരൽ ചൂണ്ടുന്നത്. പക്ഷെ എനിക്കൊരു വാക്ക് തരൂ, ഇക്കാര്യം നിന്റെ ജ്യേഷ്ഠന്മാരോട് പറയരുത്. അസൂയ കൊണ്ടവർ എന്ത് പാതകവും ചെയ്യുമെന്ന് യാക്കൂബ് നബി ഭയപ്പെട്ടു. എന്നാൽ ഈ സ്വപ്നത്തെക്കുറിച്ച് അറിയാതെ തന്നെ അവരുടെ അസൂയ അപകടകരമായ രീതിയിൽ വളർന്നിരുന്നു. സഹോദരന്മാർ രഹസ്യമായി ഒത്തുകൂടി. യൂസുഫ് ഉള്ളിടത്തോളം കാലം നമുക്ക് ഉപ്പയുടെ സ്നേഹം ലഭിക്കില്ല, അവർ പറഞ്ഞു. നമുക്ക് അവനെ പോലെ സൗന്ദര്യമില്ല, അവനെ പോലെ നല്ല രീതിയിൽ പെരുമാറാനും നമുക്ക് കഴിയില്ല. എന്നും നമ്മളിങ്ങനെ അവഗണിക്കപ്പെടേണ്ടവരാണോ? ഒരാൾ മറുപടി പറഞ്ഞു, അല്ല. ഒടുവിൽ അവർ തീരുമാനിച്ചു, യൂസുഫ് ഉള്ളിടത്തോളം കാലം നമ്മൾ ഒന്നുമല്ല. അവരുടെ ചിന്തകൾ ക്രൂരമായി മാറി. യൂസുഫിനെ കൊല്ലണം, ചിലർ പറഞ്ഞു. അതൊന്നേയുള്ളൂ പോംവഴി. മിക്കവരും അതിനോട് യോജിച്ചു. യൂസുഫ് ഇല്ലാതായാൽ പിതാവിന്റെ സ്നേഹം തങ്ങൾക്ക് ലഭിക്കുമെന്ന് അവർ വിശ്വസിച്ചു. എന്നാൽ കൂട്ടത്തിലൊരു സഹോദരന് ഇത് അംഗീകരിക്കാനായില്ല. വേണ്ട, അവൻ ഉറപ്പിച്ചു പറഞ്ഞു, നമുക്ക് അവനെ കൊല്ലാൻ കഴിയില്ല. അവൻ നമ്മളോട് നേരിട്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, അത് വലിയ ക്രൂരതയാകും. മറ്റുള്ളവർ അവനെ വെല്ലുവിളിച്ചു. എങ്കിൽ പറയൂ, മറ്റെന്താണ് വഴി? അവൻ ആലോചിച്ചു. എന്നിട്ട് പതുക്കെ പറഞ്ഞു, സിറിയയിൽ നിന്നും ബാബിലോണിയയിൽ നിന്നും ഈജിപ്തിലേക്ക് കച്ചവട സംഘങ്ങൾ പോകുന്ന വഴി നമ്മുടെ നാട്ടിലൂടെയാണല്ലോ. ആ വഴിയരികിലുള്ള ഏതെങ്കിലും കിണറ്റിൽ നമുക്ക് യൂസുഫിനെ തള്ളാം. വെള്ളം കുറവുള്ള കിണർ നോക്കാം. അപ്പോൾ അവൻ മരിക്കില്ല. ഏതെങ്കിലും കച്ചവട സംഘം അവനെ കണ്ടെത്തി കൂടെ കൊണ്ടുപോയിക്കോളും. അത്രയും നല്ലൊരു കുട്ടിയെ ആരും ഉപേക്ഷിക്കില്ല. അവൻ ദൂരേക്ക് പോകും. നമ്മുടെ കൈകളിൽ രക്തം പുരളുകയുമില്ല. ആ ഉപായം സഹോദരന്മാരെല്ലാവരും സമ്മതിച്ചു. അങ്ങനെ പദ്ധതി തയ്യാറായി. പക്ഷെ ഒരു ചോദ്യം ബാക്കിയായിരുന്നു, എങ്ങനെ യൂസുഫിനെ പിതാവിൽ നിന്ന് മാറ്റും? അടുത്ത ദിവസം അവർ യാക്കൂബ് നബിയെ സമീപിച്ചു. യൂസുഫ് അപ്പോൾ പിതാവിന്റെ മടിയിലിരിക്കുകയായിരുന്നു. ഉപ്പ, അവർ പറഞ്ഞു, എന്താണ് അങ്ങ് യൂസുഫിനെ ഞങ്ങളുടെ കൂടെ കളിക്കാൻ വിടാത്തത്? അവൻ പുറത്തെ മൈതാനങ്ങളിൽ ഓടിക്കളിക്കട്ടെ.
നാളെ ഞങ്ങൾ വേട്ടയ്ക്ക് പോകുമ്പോൾ അവനെ കൂടി അയക്കൂ. യാക്കൂബ് നബി യൂസുഫിന്റെ തലയിൽ താലോലിച്ചുകൊണ്ട് പതുക്കെ പറഞ്ഞു, എനിക്കവനെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ല. എന്നാൽ അവർ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഞങ്ങൾ വേഗം തിരിച്ചു വരുമല്ലോ. അവർ നിർബന്ധിച്ചു. എന്നിട്ടും യാക്കൂബ് നബി സമ്മതിച്ചില്ല. എനിക്ക് പേടിയാണ്. വല്ല ചെന്നായയും എന്റെ കുഞ്ഞിനെ ഉപദ്രവിച്ചാലോ? എനിക്ക് സമാധാനമുണ്ടാവില്ല. സഹോദരന്മാർ ഒച്ച വെച്ചു. ചെന്നായയോ? 10 കരുത്തരായ സഹോദരന്മാർ കൂടെയുള്ളപ്പോ അവനെ ചെന്നായ പിടിക്കുമോ? അങ്ങെന്താണ് ഞങ്ങളെ വിശ്വസിക്കാത്തത്? ഞങ്ങൾ സ്വന്തം ജീവൻ നൽകിയും അവനെ സംരക്ഷിക്കും. യാക്കൂബ് നബി മടിച്ചു. നിങ്ങൾ കളിയിൽ മുഴുകിയാൽ അവനെ മറന്നുപോയേക്കാം. എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ? അവർ അനുനയത്തിൽ പറഞ്ഞു. ഉപ്പ, ഞങ്ങൾക്ക് യൂസുഫിനെ അത്രയ്ക്കിഷ്ടമാണ്. അവൻ എപ്പോഴും വീടിനുള്ളിൽ ഇരിക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് വിഷമമുണ്ട്. അവൻ ലോകം കാണട്ടെ. അവൻ എത്ര സന്തോഷിക്കുമെന്ന് നോക്കൂ. ഞങ്ങൾ അവന്റെ കൈ പിടിച്ച് നടക്കും. ഞങ്ങൾ ഒരിക്കലും അവനെ തനിച്ചാക്കില്ല. ഒടുവിൽ യാക്കൂബ് നബി സമ്മതിച്ചു. പിറ്റേന്ന് രാവിലെ തന്നെ കാത്തിരിക്കുന്ന അപകടത്തെക്കുറിച്ച് അറിയാതെ യൂസുഫ് സന്തോഷത്തോടെ ജ്യേഷ്ഠന്മാരുടെ കൂടെ നടന്നു. കാഴ്ചയിൽ നിന്ന് മറയുന്നതുവരെ പിതാവ് അവനെ നോക്കി നിന്നു. എന്തുകൊണ്ടെന്നറിയാത്ത ഒരു അസ്വസ്ഥത അദ്ദേഹത്തിന്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ഒരുപാട് അകലെ എത്തിയ അവർ വഴിയരികിലുള്ള ഒരു കിണറ്റിനരികിൽ നിന്നു. അവിടെ വെച്ച് സഹോദരന്മാർ യൂസുഫിന്റെ കുപ്പായം അഴിച്ചു മാറ്റി. മേഘങ്ങൾ നീങ്ങിയ സന്ധ്യാസൂര്യനെ പോലെ ആ കുഞ്ഞു ശരീരം തിളങ്ങി. സഹോദരന്മാരുടെ മുഖഭാവങ്ങൾ മാറി മറിഞ്ഞു. ഭയവും ക്രൂരതയും മടിയും സങ്കടവുമെല്ലാം നിഴലുകൾ പോലെ അവരുടെ മുഖത്ത് വന്നുപോയി. ആരാദ്യം അത് ചെയ്യുമെന്നറിയാതെ അവർ പരസ്പരം നോക്കി. കുഞ്ഞു യൂസുഫ് ഒന്നും മനസ്സിലാകാതെ നിഷ്കളങ്കമായ കണ്ണുകളാൽ തന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നോക്കി നിന്നു. ഒടുവിൽ ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം 10 പേരും ഒന്നിച്ച് അവനെ കിണറ്റിലേക്ക് തള്ളിയിട്ടു. ഒരു നിലവിളിയോടെ കിണർ ആ കുഞ്ഞു ശരീരത്തെ സ്വീകരിച്ചു. ഇരുൾ നിറഞ്ഞ കിണറ്റിലേക്ക് പതിക്കുമ്പോൾ യൂസുഫ് അതുവരെ കണ്ടിരുന്ന ലോകം തകർന്ന് തരിപ്പണമായി. എന്തുകൊണ്ടാണ് അവർ എന്നോടിത് ചെയ്തത്? അവന്റെ കുഞ്ഞു ഹൃദയം തേങ്ങി. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? എന്നെ ചേർത്ത് പിടിച്ചിരുന്ന ആ കൈകൾ തന്നെ എന്തിനാണ് എന്നെ തള്ളിക്കളഞ്ഞത്? കൂട്ടുകാരെ, കുഞ്ഞു യൂസുഫിന് ഇനി എന്തായിരിക്കും സംഭവിക്കുക? ഉത്തരങ്ങൾ നൽകാത്ത ജ്യേഷ്ഠന്മാരെ വിളിച്ച് കരഞ്ഞുകൊണ്ട് ആഴമേറിയ നിശബ്ദമായ കിണറ്റിനുള്ളിൽ അവൻ ഒറ്റയ്ക്ക്